രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. മതം വിട്ടിട്ട്, അതായത് പൂർണ്ണമായി വിട്ടിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ. ഒരു 6ാം ക്ലാസ്സില് ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവര് അഭിനയ ജീവിതം അങ്ങ് തുടങ്ങി. അഭിനയം നിർത്തിയിട്ട് 4 കൊല്ലം ആവുന്നു. മുസ്ലിമായിട്ടുള്ള അഭിനയം? അതെ, മുസ്ലിമായിട്ടുള്ള അഭിനയം വിട്ട് ദൂരെ കളഞ്ഞിട്ട് 4 കൊല്ലം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്നെ പോലെ പുറത്തിറങ്ങാൻ പേടിച്ചു നിൽക്കുന്ന, വിട്ടുകളയാൻ പേടിച്ചു നിൽക്കുന്ന ആർക്കെങ്കിലും എന്റെ കഥ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടണേന്ന് ഓർത്തിട്ട് ഞാൻ വിളിക്കുകയാണ്. പറഞ്ഞോളൂ. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? നിങ്ങളുടെ കഥയല്ലേ പറയുന്നത്? അതെ, എന്റെ പേരൻസിന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടോ സ്നേഹമോ കിട്ടാതെയാണ് ഈ മാതാവ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കൂടെ അതിക്രൂരമായ അമ്മായിമ്മ പീഡനം, നാത്തൂൻ പീഡനം എല്ലാം ഉണ്ട്. അപ്പോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരിക്ക് സൂയിസൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു അഡിക്ഷൻ കണ്ടുപിടിക്കുന്നത്, മതം. അത്രയ്ക്ക് അഡിക്ഷൻ ഇല്ലാതിരുന്ന ആളായിരുന്നു. പക്ഷെ കല്യാണം ഒരു ഫെയിലിയർ ആയിട്ട് മാറിയത് കൊണ്ട് ഒരു പുതിയ അഡിക്ഷൻ കണ്ടുപിടിക്കുന്നു, മതം. അങ്ങനെ തുടങ്ങി ആ ഒരു പ്രാന്ത് എന്റെ തലയിലും കെട്ടിവെക്കാൻ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോ നമ്മള് അവിടെ മുസ്ലിം സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹിന്ദുക്കളോട് സംസാരിച്ചിട്ടായിരിക്കും വരുന്നത്, അല്ലെ അവരുമായിട്ട് മീല് ഷെയർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. എങ്ങാനും ടിഫിൻ ബോക്സിൽ വല്ല വേറെ ടൈപ്പ് റൈസിന്റെ മറ്റേ വരെയുള്ള റൈസ് ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങാനും കണ്ടുപോയാൽ തീർന്നു. പുഴുങ്ങലരി കഴിക്കാറില്ല? ഇല്ല, കഴിക്കാറില്ല. നിങ്ങൾ വെള്ളരി മാത്രമാണ്, പൊന്നി. അതെ അതെ, വെള്ളയും വെള്ളം ഇട്ട് ഇറങ്ങിയിരിക്കുന്നു മരക്കഴുത. അങ്ങനെ സ്കൂളിലെ പരിപാടികളിലൊക്കെ എനിക്ക് ചേരണം എന്നുണ്ട്. എല്ലാത്തിനും പഴയ കാര്യമാണ്. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഞാൻ അവസാനം ഞാൻ എന്റെ ഒരു കൺസേണും കൂടെ പറയാം. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ഈ വേറെ അരി കാണുന്നു പറയുമ്പോ എന്താണ് അതിലെ പ്രശ്നം? വേറെ അരി കണ്ടാൽ എന്തായി പറഞ്ഞാ മുസ്ലിമീങ്ങൾ കഴിക്കുന്ന ഫുഡ് അവരുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ്, അവരുടെ കിച്ചണിൽ പ്രിപ്പയർ ചെയ്ത ഫുഡാണല്ലോ എന്റെ വയറ്റിൽ പോകുന്നത്. അത് പ്രശ്നമാണെന്നാ പറയല്? അത് പ്രശ്നമാണെന്നാണ് പറയുന്നത്. കളിയിൽ ബാക്കിയെല്ലാവരും ക്ഷത്രിയന്മാരും രാജാവും അത്ര ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ട. ഓക്കെ, നിങ്ങളൊരു മുസ്ലിമാണ്, ഇപ്പൊ എക്സ് മുസ്ലിമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഉമ്മ പറയുമ്പോ ഉമ്മ ഒരു വിശ്വാസിയാണ്? അതെ, വിശ്വാസിയാണ്, കടുത്ത വിശ്വാസിയാണ്. ഇപ്പോഴും അങ്ങനെയാണ്? അതായത് വെറും വിശ്വാസമല്ല, വിശ്വാസം ഒരു ഭ്രാന്തായിട്ട് തലയിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഓക്കെ, പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ സർ, സൂപ്പർ സർ. ട്വിസ്റ്റ് സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാല് ആളിതൊക്കെ പറയുകയും ചെയ്യും. വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാള്, ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരാള് വീട്ടില് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. ബാക്കി സ്കൂളിൽ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളോടൊന്നും മിണ്ടണ്ടെന്ന് പറയുന്ന ആള് ഈ ആളെടുത്ത് മാത്രം മിണ്ടണമെന്നും കുറച്ചുകൂടെ അടുത്ത് ഇടപഴകണമെന്നും പഠിപ്പിച്ചു തരാനും ശീലിപ്പിക്കാനും തുടങ്ങി. എന്നിട്ട് വളരെ ചെറുതായിരിക്കും എന്റെ അടുത്ത് ഈ ആളെയാണ് കേട്ടോ വലുതാവുമ്പോ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തരാനും തുടങ്ങി. വളരെ ടീനേജിലുള്ള, ഞാൻ ടീനേജ് പോലും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഓക്കെ, വലുതാവുമ്പോ ചെയ്യേണ്ട കാര്യം കല്യാണം കഴിക്കുകയാണ്, അത് ഇങ്ങനെ പറയുന്ന ആളെയാണ്. അപ്പൊ ഈ ആളാണെങ്കിൽ എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എന്റെ മാതാവിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും അനിയത്തിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എല്ലാം ഒരേപോലെ. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. കല്യാണത്തിന് ഇറങ്ങാണ്. അങ്ങനെ നിക്കാഹ് നടത്തുന്നു. നിക്കാഹ് നടത്തി ഒരു എൻഗേജ്മെന്റ് പോലെ നടത്തി വെക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഞാൻ നിക്കാഹ് കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആൾക്കും അതിലും വലിയ കുഴപ്പങ്ങളാണ്. എനിക്ക് നിറം കൂടുതലാണ്, അത് മാത്രമല്ല എന്താ പറയാ, കുറച്ച് കളറ് കുറയ്ക്കണം, അങ്ങനെയൊക്കെ മാനസിക പ്രശ്നമുള്ള ഒരാള്. കാരണം ഇവരടുത്തൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. സംസാരിക്കാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലും പെർമിഷൻ ഇല്ലാതെ ഉറപ്പിക്കുന്ന ബന്ധമായിരിക്കുമല്ല. എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? രണ്ടും കൂടെ കുളമായപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അടുത്തത് മാതാവിന് ഏറെ പ്രിയപ്പെട്ട ഒരു പയ്യന്റെ തലയിലേക്കായിരിക്കും ജീവിതം പോകുന്നൊരു പിടി വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള രീതി ഫോഴ്സ്ഡ് ആയി. ശരിക്കും പറഞ്ഞ രക്ഷയില്ല, വീട്ടിൽ രക്ഷയില്ല. അന്നത്തെ എന്റെ ഒരു ബുദ്ധിക്ക് കല്യാണം കഴിച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചത് അതും രക്ഷയില്ല.
ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? പിന്നെ ഇറങ്ങാൻ ഫോഴ്സ്ഡ് ആയത് എന്താന്ന് ചോദിച്ചാല് നമ്മുടെ കൈയൊക്കെ കുത്തി ഇങ്ങനെ രക്തം എടുക്കും. കൈയുടെ അറ്റത്തു നിന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി രക്തം എടുക്കും. ആള് നേഴ്സ് വല്ലതാണോ? അല്ല ലാബിലും അല്ല? നേഴ്സൊന്നുമല്ല. കൈ പിടിച്ചിട്ട് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് രക്തം പിഴിഞ്ഞെടുക്കും മാക്സിമം. കൈ പിടിച്ചിട്ട് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് രക്തം പിഴിഞ്ഞെടുക്കും മാക്സിമം. എന്നിട്ട് അത് പഞ്ചസാരയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യും. ആരെയാണോ വശത്താക്കേണ്ടത് അവർക്ക് ഈ ബ്ലഡ് ഈ ഷുഗർ മിക്സ് ചെയ്ത് ജ്യൂസോ ചായയോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളഞ്ഞോളും എന്നാണ് വിശ്വാസം. ഒന്നുകൂടി പറഞ്ഞു എഴുതിയിരിക്കട്ടെ, ആവശ്യം വരും. കയ്യില് നമ്മുടെ കൈ പിടിച്ചിട്ട് മതി ഞാനിത് രണ്ടാമത് കേട്ടോളാം. ഇതാണ് പരിപാടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വൃത്തികേടാണ്, പക്ഷെ ഇത് നടന്ന കാര്യമാണ്. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇനി പറയാൻ പോണത് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാനേ പോകുന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. ഇനി പറയാൻ പോകുന്നത് ആര് കേട്ടിട്ട് ആർക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും കാര്യമില്ല, ഇത് നടന്ന കാര്യമാണ്. നമ്മുടെ ഈ പീരീഡ്സ് വരുമ്പോ ഉള്ള പാഡ് ഇല്ലേ, വിസ്പേഴ്സിന്റെ ഒക്കെ പാഡ് ഇല്ലേ നമ്മൾ യൂസ് ചെയ്തത്, അത് എടുത്തിട്ട് അതിലെ പഞ്ഞി ഉണക്കി പൊടിച്ച് എടുക്കും. ഇത് നിക്കാഹ് നടത്തി വെച്ചിരിക്കുന്ന ആളുമായിട്ട് കുറച്ച് പ്രശ്നം വന്നു, മുമ്പോട്ട് പോയില്ല ബന്ധം എന്നുള്ള രീതി വന്നു. അപ്പോ അയാൾക്ക് അയാൾ അറിയാതെ കൺസ്യൂം ചെയ്യാൻ കൊടുക്കാൻ നിർബന്ധിക്കുകയാണ്. കഴിക്കാനോ? കഴിക്കാനും അയാൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ എങ്ങനെയെങ്കിലും കലർത്തി കൊടുക്കാനും അയാളുടെ ദേഹത്ത് എങ്ങനെയെങ്കിലും ഇത് പറ്റണം. ഇതൊക്കെ ആരെയും പറഞ്ഞു ചെയ്യിക്കുന്നത്? എന്റെ മാതാവ്, വേറെ ആരുമില്ല. ഇതൊക്കെ മാതാവിന് എവിടുന്ന് ഈ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ? ഇതൊക്കെ എറണാകുളം ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന വേറൊരു ഭ്രാന്തൻ പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്സ് ആണ് ഇതൊക്കെ. എന്റെ കുട്ടി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. ആരാണ് യഥാർത്ഥ ഭ്രാന്തൻ? അത് അയാള് ഇസ്ലാം മതമായിട്ട് വല്ല ബന്ധമുള്ള ആളാണോ? ഇസ്ലാം മതമായിട്ട് ബന്ധമുള്ള ആളാണ്, പക്ഷെ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടായിരുന്നു. ഇതൊന്നും ഇസ്ലാമിൽ ഒന്നാമത് ഇങ്ങനത്തെ സാധനമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോ ഇതിപ്പോ എന്ത് മതമാണ് എന്ത് സാധനമാണെന്നൊന്നും എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആ ഭ്രാന്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന് ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം എന്താവുമായിരുന്നു? നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം. ഇപ്പൊ നിലവിൽ ഇതാണ്. അതെ അതെ. ഒന്നും പറയാനോ സംശയം പറയാനോ ഒന്നുള്ള അവസ്ഥയില്ല. ഞാൻ എപ്പോഴൊക്കെ മതത്തിനെ പറ്റി സംശയം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ചെയർ എടുത്തിട്ട് അടിക്കുക, അടിച്ച് ചുണ്ട് പൊട്ടിക്കുക, മുളക് പൊടി മുഖത്തെറിയുക, മുടി വെട്ടി പറ്റയ്ക്ക് വെട്ടിക്കളയുക. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. തട്ടം സ്കൂളിൽ നിന്ന് ഊരിന്ന് അറിഞ്ഞിട്ട് ഒരു ഡാൻസ് പരിപാടിക്ക് ഊരിന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ മുടി പറ്റയ്ക്ക് വെട്ടിക്കളഞ്ഞു. പറ്റയ്ക്ക് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ തട്ട ഊരാൻ പറ്റരുത്, ഒരു ഷെയ്പ്പില്ലാത്ത രീതിയിൽ തന്നെ പിന്നെ വെട്ടിക്കളഞ്ഞു. അപ്പൊ ഹിജാബ് അടിച്ചേൽപ്പിക്കുന്നത് മുടി മൊട്ടയടിച്ചിട്ട്. അതെ, കൊള്ളാം. അപ്പൊ ഞാൻ പിന്നെ ഭംഗിയില്ലല്ലോ, ഞാൻ തട്ട ഊരില്ലല്ലോ. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. പക്ഷെ അവിടെ നിന്നാ ഞാൻ വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ട് ഞാനേ ഇല്ലാണ്ടാവും. ഇത്രയും ബുദ്ധിയില്ലാത്ത കാര്യങ്ങളെ കണ്ട് 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 അതായിരുന്നു അവസ്ഥ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നല്ല ബന്ധത്തിലുമാണ്, പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, കുറച്ച് ബോധം വരണേ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ ആരിഫ് സാറിന്റെ പേര് പറഞ്ഞപ്പം എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടു നോക്ക്, നിനക്കുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും മാർക്ക് കിട്ടും, ഒന്ന് കേട്ടു നോക്കുന്നവർക്ക് എന്റെ അടുത്ത് എടുത്തടിച്ച പോലെ പറയണം, ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് പുള്ളിയുടെ സൗണ്ട് കേട്ടാല് ഇൻഡൈജഷൻ വരും. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ, സ്വാഭാവികം. ഇൻഡൈജഷൻ വരുന്നത് അയാള് മതത്തിന്ന് പോയതല്ലേ, അയാൾക്ക് മിണ്ടാണ്ടിരുന്നവിടെ പറഞ്ഞു, നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള പോലെ പുള്ളിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇവളിങ്ങനെ സയൻസ് ദഹനക്കേട് മാറാൻ വേണ്ടിട്ട് വേറെ ചില സാധനം കൂടി ഞാൻ പറഞ്ഞുതരാം. അനിയത്തിയോട് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ ഉസ്താദുമാരെ കുറച്ച് പ്രസംഗങ്ങൾ ഇട്ട് കൊടുക്കുക, അപ്പൊ ദഹനക്കേട് മാറിക്കോളൂ എന്ന് പറയാം. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും തലയ്ക്ക് വിളവെന്ന് വരാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഉള്ള അവസ്ഥയും കൂടി ഒന്ന് പറയൂ.
ഇപ്പൊ ഞാനൊരു 4 കൊല്ലമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി മൊത്തത്തിൽ ലൈഫ് വളരെ നല്ല രീതിയിൽ പോകുന്നു. ആകെയുള്ളൊരു വിഷമം എന്താന്ന് പറഞ്ഞാൽ ഈ നല്ല നല്ല പേരൻസ് ഒക്കെ മക്കളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു ഒരു വിഷമം. താനൊരു നല്ല കുട്ടി, അത് തന്റെ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.